മരണവിവരം അയൽവാസികളെ പോലും അറിയിക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ ദുരൂഹത ആരോപിച്ച് പോലീസിനെ സമീപിച്ചത്. നാട്ടുകാരായ രണ്ടുപേർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗോപൻ സ്വാമിയെ കാണാനില്ലെന്നാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗോപൻ സ്വാമി സ്ഥാപിച്ച ക്ഷേത്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇതിന്റെ പേരിലാണ് ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്നതെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. ഗോപൻ സ്വാമിയെ മക്കൾ സമാധിയിരുത്തി അടക്കിയ കോൺക്രീറ്റ് അറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനായി ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച സമാധിപീഠം പൊളിക്കാൻ RTOയും പോലീസും ഫോറൻസിക് സംഘവും ഉൾപ്പെടെ സ്ഥലത്തെത്തിയെങ്കിലും നടപടികളിലേക്ക് കടക്കാനായില്ല. ഗോപൻ സ്വാമിയുടെ കുടുംബവും വിവിധ സംഘടനകളും പോലീസിനെതിരെ രംഗത്തെത്തിയതോടെ രംഗം വഷളായി. സംഘർഷാവസ്ഥയുണ്ടായതോടെ തൽക്കാലം നടപടികൾ നിർത്തിവെക്കാൻ അധികൃതർ തീരുമാനമെടുക്കുകയായിരുന്നു. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ദുരൂഹത നീക്കാൻ മണ്ഡപം തുറന്ന് പരിശോധിക്കണമെന്ന ഹൈക്കോടതി വിധിയോട് പ്രതികരിച്ച് മകൻ രംഗത്തെത്തിയിരുന്നു. കോടതി വിധിയെ മാനിക്കുന്നതായി പറഞ്ഞ അദ്ദേഹം ഇതെല്ലാം അച്ഛൻ പൂജ ചെയ്തിരുന്ന ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങളാണെന്ന് പറഞ്ഞു. ക്ഷേത്രത്തെ മോശപ്പെടുത്തുന്നത് എന്തിനാണെന്ന് തനിക്ക് അറിയണമെന്നും സനന്ദൻ പറഞ്ഞു. അന്വേഷണത്തെ ഭയക്കേണ്ട കാര്യമില്ലെന്ന് സനന്ദൻ പറഞ്ഞു. ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനുള്ള ശ്രമം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നത് പോലെയല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. ഹിന്ദു ആചാരപ്രകാരം സന്യാസിയാവാൻ ആഗ്രഹിച്ചയാളാണ് അച്ഛൻ. അച്ഛൻ്റേത് മരണമല്ല, സമാധിയാണ്. തൻ്റെ അച്ഛനെ കാണാനില്ലെന്ന് പരാതി നൽകിയതാരാണെന്നും അദ്ദേഹം ചോദിച്ചു. ഹിന്ദു ആചാരപ്രകാരം ഒരച്ഛൻ്റെ ആഗ്രഹം മക്കൾ സാധിച്ചു കൊടുത്തുവെന്നേ ഉള്ളൂ. താൻ സമാധിയാകുമ്പോൾ മക്കൾ വേണം കർമ്മങ്ങൾ ചെയ്യാനെന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ കർമ്മങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ ഇക്കാര്യം പുറം ലോകത്തെ അറിയിക്കാവൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇല്ലാക്കഥകൾ പറഞ്ഞുണ്ടാക്കിയ ആളിന്റെ പേരിൽ കേസെടുക്കണം. അച്ഛനെ കാണാനില്ലെന്ന് പോലീസിൽ അറിയിച്ച നാട്ടുകാർ ആരെല്ലാമാണെന്ന വിവരം അധികൃതർ പുറത്തുവിടണമെന്ന് സനന്ദൻ പറഞ്ഞു. സമാധി പീഠം പൊളിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഗോപൻ സ്വാമിയുടെ കുടുംബം നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി സുപ്രധാന നിലപാട് സ്വീകരിച്ചത്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. കുടുംബത്തിന്റെ ഹർജി പരിഗണിച്ചപ്പോൾ ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങളുടെ ഭാഗം കേൾക്കാമെന്നും അല്ലെങ്കിൽ ഇതൊരു അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും കല്ലറ തുറന്നു പരിശോധിക്കാൻ നീക്കം നടത്തിയിരിക്കുന്നു. പോലീസ് സംഘം എത്തിയാണ് ദുരൂഹ കല്ലറ പൊളിക്കാൻ ശ്രമം തുടങ്ങിയത്. അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി അനുമതി നൽകിയതോടെയാണ് പൊളിക്കൽ നടപടി തുടങ്ങിയത്. പ്രദേശത്ത് AR ക്യാമ്പിൽ നിന്നും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന ശേഷമാണ് ഇന്ന് കല്ലറ തുറക്കേണ്ട നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. രാവിലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ തുടങ്ങി. ഫോറൻസിക് സംഘവും കൂടുതൽ പോലീസ് വിന്യാസവും സ്ഥലത്തുണ്ട്. RTOയുടെ സാന്നിധ്യമുണ്ട്. 10 മണിയോടെ നടപടികൾ പൂർത്തിയാക്കാനാണ് ശ്രമം. ടാർപോളിൻ കെട്ടി കല്ലറ മറച്ചിട്ടുണ്ട്. കല്ലറയിലേക്കുള്ള വഴികളും അടച്ചിട്ടുണ്ട്.